നമസ്കാരം. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതികൾ ഒരു കാലത്ത് ദാരിദ്ര്യ നിവാരണത്തിന്റെ കരുത്തുറ്റ ആയുധമായി കണക്കാക്കിയ ഈ പദ്ധതികൾ ഇന്ന് പലപ്പോഴും വിമർശനങ്ങളുടെ വലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് എന്ന പേരിൽ ജോലി ഉറപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അത് വിശ്രമത്തിനും സമയം പാഴാക്കലിനും വഴിമാറുന്നുണ്ടോ എന്ന ചോദ്യമാണ് സമൂഹത്തിൽ പലവട്ടം ശക്തമായി ഉയർന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങളുമായി രംഗത്തെത്തുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന പദ്ധതിയുടെ ആത്മാവിനെ തന്നെ പുനർനിർവചിക്കാൻ ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പുതിയ പരിഷ്കാരങ്ങൾ ഇനി ഉഡായിപ്പ് പരിപാടികൾക്ക് അവസരം നൽകില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. വർഷങ്ങളായി 100 ദിവസത്തെ ജോലി എന്ന ഉറപ്പിനൊപ്പം ചില സ്ഥലങ്ങളിൽ യഥാർത്ഥ ജോലിക്ക് പകരം ഔപചാരിക ഹാജരും കുറഞ്ഞ ഉൽപാദനക്ഷമതയും മാത്രമാണ് കണ്ടുവരുന്നതെന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിൽ ഇതൊരു സാമൂഹിക ചർച്ചയായി തന്നെ മാറിയിരുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കു പകരം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച BBG പദ്ധതി ഉടൻ നടപ്പിലാക്കാനാണ് നീക്കം. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആക്കി ഉയർത്തുന്നതിനൊപ്പം കൂലിയും വർദ്ധിക്കും. കുടിയേറ്റ തൊഴിലാളികൾക്കുൾപ്പെടെ ഏത് സംസ്ഥാനത്തിരുന്നും പോർട്ടലിലൂടെ തൊഴിൽ ആവശ്യപ്പെടാം. തൊഴിൽ യഥാർത്ഥത്തിൽ നടന്നോ എന്ന് GPS ഉപയോഗിച്ച് നിരീക്ഷിക്കും.